രാജീവ് ചന്ദ്രശേഖരനെ പുതിയ ബി.ജെ.പി. അധ്യക്ഷനായി തിരഞ്ഞെടുക്കുമ്പോൾ ബി.ജെ.പിയിൽ അടിമുടി മാറ്റമുണ്ടാകും എന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. ബി.ജെ.പി. വലിയ രീതിയിൽ ഇനി കേരളത്തിൽ മുന്നേറ്റം നടത്തും. കാരണം ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരു നേതാവെന്നാണ് പറയുന്നത്. പക്ഷേ ബി.ജെ.പിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വക്താവ് പറയുന്നത് ബി.ജെ.പിയെ വിലക്കെടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. അപ്പോ ഇത്തരത്തിൽ ബി.ജെ.പിയെ വിലക്കെടുത്തുകൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്? ഇത് നമ്മുടെ ചാനലിലൊക്കെ ഉള്ളപ്പോ ഏത് ഊളനും എന്ത് ഊളത്തരവും പറയാമല്ലോ. അയാളത് വിലക്കെടുത്തില്ല. രാജീവ് ചന്ദ്രശേഖർ ആരെ വിലക്കെടുക്കാന്? ഇവിടെ കേരളത്തിലെ നേതാക്കന്മാർ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഞാനും ഉണ്ടല്ലോ, എല്ലാം കൂടെ ആലോചിച്ച് യുനാനിമസ് ഡിസിഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത്. ഇത്ര പ്രഗത്ഭനായ ഒരു വ്യക്തി, ഞാൻ ഇപ്പൊ പറയുന്നതല്ല. അങ്ങേര് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ജയിപ്പിക്കാതിരുന്ന നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനാണ്. അങ്ങേര് ഈ തറ രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയമൊന്നും അങ്ങേര് പറഞ്ഞില്ല. അങ്ങേരെ രാഷ്ട്രീയം വികസനമാണ്. അങ്ങേരെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നോക്കൂലി ഒന്നുമല്ല നമ്മുടെ പ്രശ്നം, നമുക്ക് ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാവണം, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. അതിലെല്ലാ ബി.ജെ.പിയുടെ സഹപ്രവർത്തകരും സഹകരിക്കണം എന്ന് അങ്ങേര് പറഞ്ഞു. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലണമെന്നോ കോൺഗ്രസുകാരെ വെള്ളത്തിലാക്കണമെന്നൊന്നും അങ്ങേര് പറഞ്ഞില്ല. അവരവരുടെ രാഷ്ട്രീയ പാർട്ടി നടക്കും, നമ്മൾ നമ്മുടെ രാഷ്ട്രീയം നടത്തും. നമ്മുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ്. ആ നിലയിൽ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ച് സമ്മതിച്ചു. അതായത് വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായിട്ട് പ്രഖ്യാപിച്ചത്. ഒരു സംശയം വേണ്ട, കേരളത്തിന്റെ നല്ല കാലമാണ്. 26 തെരഞ്ഞെടുപ്പ് നോക്കിയോളൂ, അത്ഭുതം കേരള നിയമസഭയിൽ ഉണ്ടാകാൻ പോവുക. അത് കാണാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പല കമന്റുകളും നമ്മൾ കാണുന്നത്, കമന്റുകളിലെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പല കമന്റുകളും നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുന്നത് ബി.ജെ.പി. എന്ന് പറയുമ്പോൾ പി.സി. ജോർജിന്റെ മുഖമാണ് കേരളത്തിൽ ഓർമ്മ വരുന്നത്. കാരണം ബി.ജെ.പിക്കാർ പോലും പറയാൻ മടിക്കുന്ന, ഭയക്കുന്ന കാര്യങ്ങൾ ഒരു ഭയവും കൂടാതെ വിളിച്ചു പറയുന്ന ആളാണ് പി.സി. ജോർജ്. അപ്പോൾ പി.സി. ജോർജ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം, ഇല്ലെങ്കിൽ ഷോൺ ജോർജ് വരണം. കാരണം ഇവരൊക്കെ ആണെങ്കിൽ മാത്രമേ ബാക്കി പറഞ്ഞു. ഞാൻ പറയാം, അങ്ങോട്ട് പറയാം. ഒരു കാരണവശാലും സാധ്യമല്ലാത്ത കാര്യവും നടക്കേണ്ടാത്ത കാര്യമാണ്. കാരണം ബി.ജെ.പി. എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ആ ബി.ജെ.പി. നിന്നുള്ള ഭഗീരഥ പ്രയത്നമാണ് പി.സി. ജോർജും ഷോൺ ജോർജും ഒക്കെ നടത്തുന്നത്. അത് കാരണം ഇനി ക്രിസ്ത്യാനിക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ബി.ജെ.പി. അല്ല ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണ വേണം. ഇവിടെ മനസ്സിലായില്ലേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ നടന്നിരിക്കുന്ന വർഗീയ ധ്രുവീകരണം നമ്മൾ അറിയണ്ടേ. ഇതെവിടെ പോയി നിൽക്കും? ആ ധ്രുവീകരണത്തിനകത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ആരോഗ്യകരമായി മുമ്പോട്ട് പോകാൻ, ജീവിച്ചു പോകണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ പിന്തുണ കിട്ടിയേ മതിയാകും. ആ ഹൈന്ദവ സമൂഹത്തിന്റെ പിന്തുണ കിട്ടുക എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ പിന്തുണയാണത്. അത് തീർച്ചയായും വളരെ ഉപകാരപ്രദമായി പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടുത്തെ ബിഷപ്പന്മാരും വൈദികരുമായിട്ടൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ സംരക്ഷകരായി ഇവിടുത്തെ ഹിന്ദു സമൂഹം മാറുന്നത് താമസിയാതെ കാണും. ഒരു സംശയം വേണ്ട, അതിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല നിരത്തിൽ മുന്നോട്ട് പോകും, ഒരു സംശയം വേണ്ട. ഒരു ചോദ്യം കൂടി, ഈ കേരളത്തിലെ ബി.ജെ.പിക്ക് ഈ തമ്മിലടിയും ഗ്രൂപ്പിസവും ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? കാരണം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ആവർത്തിച്ച് പറയുന്ന കാര്യം ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരു നേതാവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനു മുൻപേ ഗ്രൂപ്പിസം ഉണ്ട് എന്നാണോ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? പത്രപ്രവർത്തകർ ആ ചോദ്യം ചെയ്ത് കുറ്റമൊന്നുമില്ല, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്താ കാര്യം വെച്ച് യാതൊരു കാരണവശാലും നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം, ഇവിടെ ഓരോ നേതാക്കന്മാർ വളർന്നു വരും. അതേ നേതാക്കന്മാർ ഇപ്പൊ പറഞ്ഞില്ലേ പി.സി. പ്രസിഡന്റ് ആണെന്ന്, എന്തൊരു മഠയത്തരമാണ്. അതുപോലെയാണ് ഇത്. ഓരോ നേതാക്കന്മാർ വളർന്നു, ആ നേതാക്കന്മാർ വരണം ആഗ്രഹിക്കും. ശോഭാ സുരേന്ദ്രൻ, അല്ലെ എം ടി രമേശ്, ഇങ്ങനെയൊക്കെ വരും. അത് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അതിന്റെ മുന്നേ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു അർത്ഥമാണ്. ഞാൻ ഇത് ഇത്ര നാളായിട്ട് ബി.ജെ.പിയോടൊപ്പം നിൽക്കുകയാണ്. എനിക്ക് ഒരു ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ബന്ധപ്പെട്ടിട്ടില്ല. ഇവിടെ ഇലക്ഷൻ നടന്നപ്പോൾ എല്ലാവരും എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഞാനത് ശരിയാ പറയുന്നത്, അല്ല ഒരിക്കലും എന്റെ കൂട്ടത്തിൽ വന്നോ ഞാൻ രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബി.ജെ.പിയുടെ പ്രവർത്തകർ വർഷങ്ങളായി ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ആ സ്ഥാനത്ത് കൊടുക്കാൻ നോക്കുക എന്നുള്ളതിന് മര്യാദ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഒരു ഗ്രൂപ്പ് ഇവിടെ നടക്കാന. രാജീവ് ചന്ദ്രശേഖരൻ ഗ്രൂപ്പ് ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ഗ്രൂപ്പും ഇല്ല. പുള്ളിയുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വികസന രാഷ്ട്രീയമാണ്.
ആ വികസന രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങൾ 100% പിന്തുണ കൊടുക്കും. വലിയ ഭൂരിപക്ഷത്തോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ന്യൂനപക്ഷങ്ങൾ BJPയോടൊപ്പം നിൽക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം, ക്രൈസ്തവ സഭകളൊക്കെ BJPയോടൊപ്പം നിൽക്കും എന്ന് ഉറപ്പുണ്ടോ? കാരണം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് എത്രത്തോളം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയും? അത്തരമൊരു വിശ്വാസക്കുറവ് ക്രൈസ്തവ സഭകൾക്കുണ്ടാകുമോ? ഇതൊക്കെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് ഈയൊരു വർത്താനൊക്കെ അദ്ദേഹം പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോ എന്നതാ പറഞ്ഞത്? അയ്യോ കേരളം ഒന്നും അറിയിച്ചില്ലാത്തതൊന്നും. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോ എന്തായി? വോട്ട് വന്നപ്പോ എങ്ങനെയായി? അതായത് ലാറ്റിൻ കമ്മ്യൂണിറ്റി സഹായിച്ചതിന് അങ്ങനെ എം പി ആയിട്ട് പോയാലും മനസ്സിലായി. അത്രമാത്രം മുന്നേറ്റം അങ്ങനെ നടത്തി. അതുപോലെ ഇത്തവണ പ്രസിഡന്റ് അന്തരി അങ്ങനെ വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്തി. യാതൊരു തർക്കവും വേണ്ട. ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന് എവിടെ പോവും? കോൺഗ്രസിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞ വഖഫ് നിയമം മാറ്റണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ അടിച്ചോടിക്കാൻ ശ്രമം നടക്കില്ല. ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയും. അവിടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ചെന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറയും. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പോയി ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇറക്കുന്നത് എന്ന് പറയും. അവിടെ പറയുന്നത് ഈ കേരള നിയമസഭയിൽ പോയി ചെയ്തത് എന്താ? വഖഫ് നിയമം മാറ്റുന്നത്. മനസ്സിലായോ? വഖഫ് നിയമത്തിന്റെ അപകടം എന്താ? ഇപ്പൊ ഞാനൊരു ഈരാറ്റോട് താമസിക്കുക. എന്റെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് നോട്ടീസ് ഇറങ്ങിപ്പോളാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരുണ്ടാക്കിയ നിയമ? നെഹ്റുവിന്റെ കാലം പോലും തുടങ്ങിയതല്ലേ ഇത്? എത്ര ഭീകരമായത്! കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആ കൂട്ടത്തില്. അത് അവര് മുസ്ലിങ്ങൾ വോട്ട് മേടിക്കാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമായിട്ട് വഖഫ് ബില്ല് എതിർക്കുക. പിന്നെ കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയപ്പം പിണറായി അവതരിപ്പിക്കുന്നു, പ്രതിപക്ഷ നേതാവ് സപ്പോർട്ട് ചെയ്യുന്നു. ഒന്നാലോചിച്ച് രസമല്ല. സതീശൻ മുനമ്പത്ത് പോയി മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞ പിറ്റേ ദിവസം വന്നിട്ടാ വഖഫ് ബില്ലിനെതിരെ വഖഫ് നിയമം പാസ്സാക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. വഖഫ് ഭേദഗതി പാടില്ല. അതിന്റെ അർത്ഥം എന്താ? മുൻപത്തെ ജനത്തെ അടിച്ചോടിക്കണം എന്നല്ലേ. ഞാൻ അന്ന് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിന്റെയും BJP സഹായത്തോടെ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകാതെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പൊ ഹൈക്കോടതി വിധി വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. യാതൊരു സംശയം മുനമ്പത്തെ ജനങ്ങളെ ജയിച്ച് രക്ഷിക്കും. ഇവിടെ എല്ലാ ജനങ്ങൾക്കും തുല്യമായ അവകാശം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിയമത്തോടെ മാത്രമേ ഈ ഭാരതത്തിന് മുന്നോട്ട് കഴിയും. അങ്ങനെ തന്നെ പോകും. യാതൊരു സംശയം വേണ്ട. ഇതാണ് പറയാനുള്ളത്.